ഏവർക്കും കർത്തൃനാമത്തിൽ ഈ ഞായറാഴ്ച രാവിലെയുള്ള ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായി പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. The book of Exodus chapter 16 verses 1, 2 and 3. ഞാൻ മലയാളം വായിക്കാം. അവർ, അതായത് ഇസ്രായേൽ ജനം, എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയോടും അഹ്റോനോടും വിരോധമായി പിറുപിറുത്തു. 3-ാം വാക്യം. ഇസ്രായേൽ മക്കൾ അവരോട്, അതായത് മോശയോടും അഹ്റോനോടും, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കൈയാൽ മരിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിക്കിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നെ വളരെയധികം പിടിച്ച് കുലുക്കിയിട്ടുള്ള ഒരു ഭാഗമാണിത്. നിങ്ങൾ അല്പം ഒന്ന് വിഭാവന ചെയ്ത് നോക്കൂ. വളരെ സാഹസികമായി ദൈവനിയോഗത്താൽ മോശ യഹൂദ ജനത്തിൻ്റെ അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ ഇടപെട്ടിട്ട് അവരെ വിടുവിച്ച് വാഗ്ദത്ത നാടിലേക്ക് നയിക്കുമ്പോൾ, ആ യാത്ര അല്പം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ജനം മോശയോടും അഹ്റോനോടും മറുതലിക്കുന്ന ഒരവസ്ഥയാണ്, ഒരു പശ്ചാത്തലമാണ് നാം ഇവിടെ പരിഗണിച്ചത്. ഈ വിഷയം ചിന്തിക്കുന്നതിന് ആമുഖമായി 1-2 കാര്യങ്ങൾ അടയാളപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. മനുഷ്യ സ്വഭാവം 2 പരസ്പര വിരുദ്ധമായ ശക്തികളാൽ എപ്പോഴും രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഹ്യൂമൻ നേച്ചർ is continually acted upon and shaped by 2 completely contrary pulls or forces. ഒന്ന് അടിമത്തം, മറ്റേത് സ്വാതന്ത്ര്യം. എക്കാലത്തും മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നാൽ എക്കാലത്തും മനുഷ്യൻ സ്വമേധയാ അടിമത്വം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നാം ഈ ഭാഗം പരിഗണിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് തട്ടുന്നത്, നമ്മുടെ ബോധതലത്തിൽ പെട്ടെന്ന് മുട്ടുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ അവരുടെ മനസ്സിൽ കൂടുതൽ ശക്തിയോടെ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടം പിടിക്കുന്നത് ഈജിപ്തിൽ അവരായിരുന്നപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമാണ്. അവിടെ അവർക്ക് ഇറച്ചി പാചകം ചെയ്യുന്ന ആ കലത്തിൽ നിന്ന് വേണ്ടതുപോലെ എടുത്ത് തിന്നാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു ഭാഗം ഉയർത്തുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. മനുഷ്യരുടെ മുൻപിൽ തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഒരു വശത്ത് ആഹാരം, മറ്റൊരു വശത്തെ സ്വാതന്ത്ര്യം. നാം എന്ത് തിരഞ്ഞെടുക്കും? നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, നമുക്ക് ഏവർക്കും അറിയാം, ആത്മീയതയിലെ സുപ്രധാനമായൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും. നമുക്കറിയാം, യോശുവ ജനതയെ വാഗ്ദത്ത നാട്ടിലെത്തിയ ശേഷം അഭിസംബോധന ചെയ്യുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ദൈവത്തെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതൊരു തിരഞ്ഞെടുപ്പാണ്.
മോശ ജനത്തെ ഈ മരുഭൂമിയിൽ കൂടെ നടത്തി താൻ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തുവാൻ ഇടയാകുകയില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ അന്ത്യമായ ഉപദേശം ജനത്തിന് കൊടുക്കുമ്പോൾ അത് ഏതാണ്ട് അവസാനിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ 30-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നേ ദിവസം ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു. നിങ്ങൾ ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകത വെച്ച് നാം നോക്കുമ്പോൾ എന്തുകൊണ്ടോ കഷ്ണം അല്ലെങ്കിൽ അപ്പക്കലം, സ്വാതന്ത്ര്യം, ഇത് തമ്മിൽ നാം എന്ത് തിരഞ്ഞെടുക്കും എന്ന പ്രശ്നം വരുമ്പോൾ അതിന് നിശ്ചയദാർഢ്യമുള്ള, ആത്മാഭിമാനമുള്ള, ആത്മധൈര്യമുള്ള വ്യക്തമായ ഒരു മറുപടി പറയാൻ മനുഷ്യരാശി എക്കാലത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ മനോഹരമായി യേശുവിൻ്റെ ഒന്നാമത്തെ പരീക്ഷയിൽ പ്രതിബിംബിക്കുന്നുണ്ട് എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടുകാണും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം. നമുക്ക് അല്പം ഒന്ന് പരിഗണിക്കാം. സാത്താൻ വിശപ്പ് കൊണ്ട് നക്ഷത്രമുണ്ടെന്ന യേശുവിനെ പരീക്ഷിക്കുന്ന ആദ്യത്തെ സംഭവം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? സാത്താൻ പറയുന്നത് അനുസരിച്ചിട്ടാണ് യേശു ഈ അത്ഭുതം ചെയ്യേണ്ടത്. യേശു ദൈവപുത്രനാണ്. കല്ലുകളോട് അപ്പമായി തീരാൻ പറഞ്ഞാൽ അവ അപ്പമായി തീരും. ആ സാധ്യതയില്ലെങ്കിൽ അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുവാൻ യാതൊരു മാർഗവുമില്ലല്ലോ. ഇപ്പോൾ എനിക്ക് അമേരിക്കൻ പ്രസിഡൻ്റ് ആകാൻ യാതൊരു സാധ്യതയുമില്ല. ആരും എന്നെ അമേരിക്കൻ പ്രസിഡൻ്റായി യുക്രൈന് $50 ബില്യൺ കൊടുക്കാമോ, കൊടുത്താൽ നിങ്ങൾക്കിത് തരാം എന്നോട് ആരും വന്ന് എന്നെ പരീക്ഷിക്കാൻ വഴിയില്ല. കാരണം അങ്ങൊരു സാധ്യത എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേ ഇല്ല. അപ്പം സാധ്യതയുള്ളതിൽ കൂടെ മാത്രമേ നമ്മെ പരീക്ഷിക്കുവാൻ അല്ലെങ്കിൽ നാം പരീക്ഷിക്കപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ എന്നത് സാമാന്യം യുക്തിയാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപൂർവമായി, വളരെ കൂർമ്മബുദ്ധിയോടെ യേശുവിൻ്റെ മുൻപിൽ ഒരു തിരഞ്ഞെടുപ്പ് അവതരിപ്പിക്കുകയാണ്. ഒരു വശത്ത് അപ്പം, മറ്റൊരു വശത്ത് സ്വാതന്ത്ര്യം. യേശുവിൻ്റെ സ്വാതന്ത്ര്യം എവിടെയാണ് വരുന്നത്? അവൻ സാത്താൻ്റെ ഉപദേശമനുസരിച്ച് ദൈവികമായ അവൻ്റെ കഴിവുകൾ ദുരുപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ, ഉപയോഗിക്കുക എന്നാണ് നാം പറയേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതിൻ്റെ തത്വം എന്താണ്? സാത്താൻ്റെ നിർദ്ദേശമനുസരിച്ച് നാം ഏത് കഴിവ് ഉപയോഗിച്ചാലും അത് ഉപയോഗമല്ല, ദുരുപയോഗമാണ്. അതാണ് എൻ്റെ മർമ്മം. അപ്പോൾ സാത്താൻ്റെ പ്രലോഭനം അല്ലെങ്കിൽ നിർദ്ദേശമനുസരിച്ച് യേശു തൻ്റെ കഴിവുകൾ ദുരുപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവൻ സാത്താൻ്റെ അടിമയായി മാറുമായിരുന്നു. ഈ 3 പരീക്ഷകളും മനുഷ്യൻ സ്വതന്ത്രനാകണമോ അല്ല അടിമയാകണമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇത് വെറും പരീക്ഷയല്ല. വാസ്തവത്തിൽ പരീക്ഷ എന്ന് പറയുന്ന ആശയം തന്നെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഏത് വിധത്തിൽ, ഏത് തോതിൽ സ്വാതന്ത്ര്യം സ്വീകാര്യമാണ് എന്നതിൻ്റെ പ്രശ്നമാണ്. നാം ഓരോ തവണയും പരീക്ഷ അനുഭവിക്കുകയും പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ, ഞാൻ സ്കൂളിലെ കോളേജിലെ പരീക്ഷയെപ്പറ്റിയല്ല പറയുന്നത്, നാം അടിമത്വത്തിലേക്ക് ആണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്നത് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ നാം പരീക്ഷകളെ അഭിമുഖീകരിച്ച് വിജയിക്കുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിലേക്ക്, കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുന്നു. അപ്പോൾ ഈ ഒരു മർമ്മമാണ് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയുവാൻ ആവശ്യമുണ്ട്. അപ്പോൾ യേശു മനുഷ്യരാശിയെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നു.
ആ യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്നത് അവനെ അടിമയാക്കുവാൻ എങ്ങനെ സാധിക്കും എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോഴാണ് സാത്താൻ്റെ ബുദ്ധി അപ്രകാരം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ ബുദ്ധി പൈശാചികമായ പ്രകാരമാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് എളുപ്പമായി വരും. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം എന്താണ്? അപ്പം, സ്വാതന്ത്ര്യം. മനുഷ്യൻ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾക്ക് ഈ ഒരു ആശയം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡോസ്റ്റോവ്സ്കിയുടെ സുപ്രധാനമായ ഒരു ചെറുകഥയുണ്ട്. എൻ്റെ പേര് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്നാണ്. ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ. അത് ഒരു ചെറുകഥയായിട്ടല്ല ആദ്യം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ വളരെ പ്രശസ്തമായ ബ്രദേഴ്സ് കരമാസോവ് എന്ന് പറയുന്ന നോവലിൽ ഐവൻ കരമസോവ് അവൻ്റെ ഇളയ സഹോദരനായ അലിയോഷ കരമാസോവിനോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അത് ഞാൻ ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് ഞാനത് നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി മാത്രം വിട്ടുതരികയാണ്. അത്ര ദീർഘമുള്ള കഥയല്ല, ഒരു 10-15 പേജേ ഉള്ളൂ. അതിമനോഹരമാണ്. അതിന് ലോക സാഹിത്യത്തിൽ അതിന് സമാനമായൊരു ചെറുകഥയില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അതുകൊണ്ട് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ തന്നെ സ്വഭാവത്തിൽ ഈ ഒരു മർമ്മം പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നത് നല്ലതാണ്. കാരണം മനുഷ്യർ എക്കാലത്തും എല്ലാ ഇടങ്ങളിലും സ്വതന്ത്രരായിരിക്കുമ്പോൾ തന്നെ അവൻ അടിമത്തത്തെ അന്വേഷിക്കുന്നു. ഇപ്പോൾ നാം വെച്ച് പുലർത്തുന്ന ബന്ധങ്ങൾ, അവയിലൊക്കെയും അടിമത്തത്തിൻ്റെ ചുവ എങ്ങനെയാണ് വരുന്നത്? അത് അടിമകൾ പലപ്പോഴും അടിമത്വം ആഗ്രഹിക്കുന്നത് കൊണ്ടും കൂടെയാണ്. ഇപ്പം ഒരാൾ മറ്റൊരാളെ അടിമയാക്കുന്നു എന്നതുപോലെ തന്നെ അടിമയാക്കപ്പെടുന്ന ആളുടെ ഉള്ളിൽ അവനോ അവളോ അറിയാതെ അടിമത്വത്തെ പറ്റിയുള്ള ഒരു താല്പര്യം കൂടെയുണ്ട്. കാരണം അടിമത്വത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ജനം, അവർ മരുഭൂമി യാത്രയാകുമ്പോൾ അവർക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ട് എന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന് കൊടുത്തിരുന്ന ഇടം. ആദ്യമൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അവർ ആഹ്ലാദിച്ചു, നൃത്തം ചവിട്ടി എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവരുടെ താല്പര്യം കാലക്രമേണ കുറഞ്ഞ് അതിൻ്റെ ഭാഗത്ത് ഇറച്ചിച്ചട്ടികളുടെ പ്രാധാന്യം കൂടി വന്ന് ആ ഇറച്ചിച്ചട്ടി സ്വാതന്ത്ര്യത്തെ കീഴടക്കുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ താല്പര്യത്തെ കീഴടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ഞങ്ങൾ മിസ്രൈമിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ, കാരണം അവിടെ ഞങ്ങൾക്ക് വയറ് നിറച്ച് ഇറച്ചി കഴിക്കാമായിരുന്നു. സ്വാതന്ത്ര്യത്തെക്കാൾ ഞങ്ങൾക്ക് വയറാണ് പ്രാധാന്യം എന്നൊരു ജനത വിളിച്ചു പറയുകയാണ്. ഇതൊരു കൊച്ചു കാര്യമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ആകസ്മികമല്ല, ഇത് സാർവലൗകികമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ജനം തിരിച്ചറിയണം. മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഭീകരമായ ഒരു വൈകല്യം, പലപ്പോഴും നാം തിരിച്ചറിയാൻ കൂട്ടാക്കാത്ത ഒരു വൈകല്യം, അതിന് പലവിധമായ പ്രകടന സ്വഭാവമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ യുവതീവാക്കന്മാർ ലഹരി മരുന്ന് കഴിച്ച് അതിന് അടിമകളാകുന്നു. രാഷ്ട്രീയമായി നോക്കുമ്പോൾ മനുഷ്യരുടെ അവകാശത്തെയും അഭിമാനത്തെയും അല്പം പോലും മാനിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്ഭുതകരമായ ജനപ്രീതി ലഭിക്കുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ ഉദ്യോഗ രംഗങ്ങളിൽ മറ്റുള്ളവരുമായി നാം സൃഷ്ടിച്ചെടുക്കുന്ന ബന്ധങ്ങളിലെല്ലാം അടിമത്തമുണ്ട്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഒന്ന് പ്രീതിപ്പെടുത്തുക. എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നൊരു സംഭവം, ഞാൻ ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾ ആയി, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ സ്റ്റാഫ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ വിൽസൺ ആ മേശയുടെ അങ്ങേയറ്റത്ത്, അപ്പോൾ ദീർഘമുള്ള മേശയാണ്, സ്റ്റാഫ് റൂമാണ്, അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത്
വേറൊരു സ്റ്റാഫ് മെമ്പർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത്, ഒരു ക്രിസ്ത്യാനിയാണ്, തമിഴനാണ്, ഇരിക്കുന്നു. അപ്പോൾ സമയം ഏതാണ്ട് 9 മണിയായി. 9:10 അസംബ്ലിക്ക് പോകണം. 9 മണിയാകുമ്പോൾ ആ സമയത്തും അടുത്ത് അസംബ്ലിക്ക് പോകണം. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ കുട ചാപ്പലിൽ വെച്ച് മറന്നുപോയി എന്ന്. ആ സെൻറ്റൻസ് പറയുന്നതിന് മുമ്പ് ഈ അദ്ദേഹത്തിനടുത്തിരുന്ന ആ മാന്യദേഹം 4 കാലും പറിച്ച് ഓടുകയാണ് പ്രിൻസിപ്പലിൻ്റെ കുടയെടുക്കാൻ. ഒരു സീനിയർ ഫാക്കൽറ്റി മെമ്പറാണ്. എങ്ങനെയെങ്കിലും പ്രിൻസിപ്പലിൻ്റെ പ്രീതി ആർജിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഓരോ സ്ഥാപനങ്ങളിലും ഈ അടിമത്തത്തിൻ്റെ നാടകം നല്ല പരിപാടിയാണ് നടക്കുന്നുണ്ട് എന്നത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്ന് മാത്രമല്ല, നാം മറ്റുള്ളവരോട് പുലർത്തുന്ന ബന്ധത്തിലും ഈ അടിമത്തത്തിൻ്റെ ചുവയുണ്ട്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മനുഷ്യ സ്വഭാവത്തിൽ ഈ വലിയ വൈകല്യം, ആ വൈകല്യം നാം നടത്തുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളെയും, നാം സ്വീകരിക്കുന്ന സാധ്യതകളെയും നാം നിരാകരിക്കുന്ന സാധ്യതകളെയും, നാം എന്തു ചെയ്യണം, ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്തുകൂടാ, എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിച്ചുകൂടാ, എന്ത് പ്രതിഷേധിക്കണം, എന്തിനെതിരെ ഇങ്ങനെയുള്ള എല്ലാ തീരുമാനങ്ങളെയും നമ്മുടെ ഉള്ളിൽ പതിയിരുന്നു കൊണ്ട് ഈ മർമ്മം എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിനെതിരെ എപ്പോഴും ഭീകരമായി ശല്യം ചെയ്യുന്നു എന്നത് നാം തിരിച്ചറിയണം. അപ്പം ഈ അടിമത്വത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആത്മാഭിമാനം അനുഭവിപ്പാൻ സാധ്യമല്ല. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ യേശു ജനത്തോട്, വ്യക്തികളോട് ഇടപെടുന്ന രീതിയിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, അവരൊക്കെയും അവരുടെ വില തിരിച്ചറിയണം എന്നതാണ്. ഇപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചിലർ ഭൂമിയുടെ ഉപ്പാണെന്നല്ല, എല്ലാവരും, അല്പദൈവബോധമുള്ള എല്ലാവരും ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സാഹചര്യത്തെ അത്ഭുതകരമായി സ്വാധീനിക്കാനുള്ള കഴിവ്, ഊർജം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുമോ, അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുമോ, നിലപാടെടുക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ലോകത്തിൻ്റെ. അതുകൊണ്ടാണ് ആ ഒരു ദർശനം വെച്ചിട്ടാണ് യേശു പറയുന്നത്, സ്വർഗരാജ്യം ഒരു കടുകുമണിക്ക് സദൃശം. ആ ചെറിയ നിസ്സാരമായ കടുകുമണി വീണ് മുളച്ച് വളർന്നിട്ട് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകുന്നു. ആ സാധ്യതയാണ്. ഇതിലൊക്കെയും പ്രതിബിംബിക്കുന്ന വിഷയം എന്താണ്? അറിവെന്താണ്? വെളിപ്പെടുത്തൽ എന്താണ്? നമ്മുടെ വില എത്ര വലുതാണ്, നമ്മുടെ സാധ്യതകൾ എത്ര അപാരമാണ്. എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയുവാൻ നാം മടിക്കുന്നത് എന്ന് മാത്രമല്ല, എൻ്റെ അനേക അനുഭവത്തിൽ ഞാൻ ആരോടൊക്കെ അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന സാധ്യതകളെയും അവർ തിരിച്ചറിയേണ്ട സ്വന്തം വിലയെയും പറ്റി പരാമർശിക്കുമ്പോൾ പലരും ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നോട്. കാരണം അവർക്കത് സ്വീകരിക്കാൻ പ്രയാസമാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് അപമാനം സ്വീകരിക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ പൊതുവെ മനുഷ്യർക്ക് അപമാനം സ്വീകരിക്കാൻ പ്രയാസമാണെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. അപമാനത്തേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് അവരുടെ യഥാർത്ഥ വില എന്ത് എന്നതിനെ പറ്റിയുള്ള തിരിച്ചറിവാണ് സ്വീകാര്യമല്ലാത്തത്. കാരണം സ്വന്തം വില തിരിച്ചറിയുന്ന ഒരുത്തരും അടിമയായിട്ടിരിക്കാൻ സാധ്യമല്ല. ഈ അടിമയായിട്ടിരിക്കുമ്പോൾ ചില ആനുകൂല്യങ്ങളുണ്ട്. യജമാനെ ആശ്രയിച്ച് കഴിയാം, 2 നേരം 3 നേരം ആഹാരം കിട്ടും, മറ്റുള്ളവർ വന്ന് തല്ലിക്കീറാത്ത വിധത്തിൽ യജമാൻ എന്നെ സംരക്ഷിച്ചു കൊണ്ടു. രോഗമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ താന്ന് സംരക്ഷിക്കും. പലപ്പോഴും യജമാനൻ്റെ ഭൃത്യനാണ് എന്നൊരു അംഗീകാരം പൊതുവിൽ എനിക്ക് കിട്ടും. മറ്റുള്ളവർ പറയും, ഇന്ന ആളിൻ്റെ വേലക്കാരൻ ഇതാ പോകുന്നു എന്ന് അസൂയയോടുകൂടി എന്നെ ഒന്ന് നോക്കും. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ ആ ആനുകൂല്യത്തിന് ഞാൻ കൊടുക്കേണ്ട വില എന്താണ്? എൻ്റെ വ്യക്തിത്വത്തെ 100% ഞാൻ അടിയറ വെക്കണം. ഇത് ആളുകൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല.
വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ട്. കാരണം അവരിൽ എത്ര ശതമാനം ആളുകൾ വ്യക്തിത്വ മാഹാത്മ്യത്തെപ്പറ്റി ബോധമുള്ളവരാണ്, അവർക്കുള്ള വില എന്താണെന്നും സാധ്യത എന്താണെന്നും അറിവുള്ളവരാണ്. അവരെ തന്നെ അനാവശ്യമായി തരം താഴ്ത്തുകയും അർഹിക്കാത്തവൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയും ആത്മാർത്ഥതയില്ലാതെ മറ്റുള്ളവരോട് ഉള്ളിൽ അറിയാത്ത ബഹുമാനം കാണിക്കുകയും സത്യസന്ധമല്ലാതെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലാണോ ചെയ്യുന്നത്, അതോ അടിമത്വത്തിൻ്റെ അവസ്ഥയിലാണോ ചെയ്യുന്നത്? അങ്ങനെ അടിമത്വത്തിൽ വസിക്കുന്ന ആളുകൾ എപ്പോഴും അവരുടെ ഉള്ളിൽ അവരുടെ ജീവിത അവസ്ഥയെപ്പറ്റിയും അവരെപ്പറ്റി തന്നെയും പരാതിയും പരിഭവവും അമർഷവും അനുഭവിക്കുന്നവരാണ്. ആത്മാഭിമാനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് നന്നേ കുറവാണ് എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധ്യമായിട്ടുള്ളത്. അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാതെ നമുക്ക് മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് തിരിച്ചറിയുവാനോ അനുഭവിപ്പാനോ സാധ്യമല്ല. നാം ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ടത്, ഈ ലോകത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും അടിമത്വ സ്വഭാവമുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്താണ്? മനുഷ്യ സ്വഭാവത്തിൽ അടിമത്വത്തിൻ്റെ മർമ്മം എപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സ്വഭാവത്തിൽ കൂടെ മനുഷ്യൻ സൃഷ്ടിക്കുന്നതിലെല്ലാം അടിമത്വത്തിൻ്റെ പ്രകടനങ്ങളുണ്ടാകും. Because human nature is tainted with the inclination towards bondage, slavery. Whatever man creates will also be tainted with slavery. ഏത് സ്ഥാപനം നോക്കിയാലും ഏത് സംവിധാനം നോക്കിയാലും അതിൽ മനുഷ്യൻ്റെ അടിമയായിട്ടായിരിക്കും കഴിയുന്നത്. ആ അടിമത്വത്തിൻ്റെ തോത് കൂടിയും കുറഞ്ഞുമിരിക്കും, സമ്മതിക്കുന്നു. പക്ഷേ അടിമത്വത്തിൻ്റെ ആ ചുവയില്ലാത്ത ഒരു സ്ഥാപനവും ഈ ഭൂമിയുടെ പരപ്പിലില്ല. കാരണം മനുഷ്യ സ്വഭാവത്തിൽ ഈ മർമ്മം എപ്പോഴും ക്രിയ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ വിടുവിപ്പാനായി യേശു ഈ ലോകത്തിൽ വന്നതിന് ശേഷം താൻ നിർവഹിച്ച പരസ്യ ശുശ്രൂഷയിൽ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യ സ്വഭാവത്തിന് വീണ്ടെടുപ്പ് നൽകുക, ടു റിഡീം ഹ്യൂമൻ നേച്ചർ. ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക അല്ലെങ്കിൽ വാളുയർത്തുക എന്നതല്ല ഇതിൻ്റെ പ്രതിവിധി. ഇതിൻ്റെ ആത്യന്തികമായ ഒരു 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 ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചികിത്സ എന്താണ്? ഇതിൻ്റെ പോംവഴി എന്താണ്? മനുഷ്യ സ്വഭാവത്തിന് മാറ്റം വരുത്തുക. മനുഷ്യ സ്വഭാവത്തിൽ വേരുറച്ചു നിൽക്കുന്ന അടിമത്തത്തെ പറ്റിയുള്ള ആ താല്പര്യം, ദാഹം, അത് അവസാനിപ്പിക്കാത്തിടത്തോളം കാലം വേറെ എന്ത് സൃഷ്ടിച്ചാലും അതിൽ അടിമത്വത്തിൻ്റെ മർമ്മം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നാം ഇന്ന് വായിച്ച ആ ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ദീർഘനാൾ 480 പരം വർഷങ്ങൾ മിസ്രൈമിൽ അടിമകളായിരുന്ന അടിമത്വത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ കിടന്ന് വീർപ്പ് മുട്ടി, ഇതിൽ ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളുടെ അടിമത്വത്തിന് അറുതി വരുത്തണമേ എന്ന് തലമുറകളായി ദൈവത്തോട് കേണപേക്ഷിച്ച ഒരു ജനത്തിൻ്റെ രോദനം കേട്ട് അവരുടെ അരിഷ്ടത കണ്ട് അവരോട് കരടലിഞ്ഞ് അവരെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ നാടിലേക്ക് നയിക്കുവാനായി മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുമ്പോൾ, അങ്ങനെ അവരുടെ ദൗത്യം മൂലം വിടുവിക്കപ്പെട്ട ജനം വാഗ്ദത്ത നാടിലേക്കുള്ള പ്രയാണത്തിൽ 2 മാസം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് മിസ്രൈമിലേക്ക് തിരിച്ചു പോകണം, അവിടെ ഇറച്ചി ചട്ടികളുണ്ട്. സ്വാതന്ത്ര്യം അത്ര വലിയ കാര്യമൊന്നുമല്ല, ഇറച്ചിച്ചട്ടിയാണ് ഞങ്ങൾക്ക്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് നാം വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞ ഒരു സത്യമുണ്ട്. അതെന്താണ്? എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ വിലമതിക്കുന്നുവെങ്കിൽ ഞാൻ പറയേണ്ട ഒരു വാക്യമുണ്ട്: ഇതെനിക്ക് വേണ്ട എന്നതാണ്. ഇതെനിക്ക് വേണ്ട. മറ്റുള്ളവർ മോഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ട. എനിക്കാരുടെയും കസേര വേണ്ട, മൈക്കും മൈതാനവും വേണ്ട.
എനിക്കാരുടെ അംഗീകാരം വേണ്ട, എനിക്കാരുടെ ഔദാര്യം വേണ്ട. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെ വളരെ ബഹുമാനിക്കപ്പെട്ട ശ്രദ്ധേയനായ ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു. കേരളത്തിലെയും ഭാരതത്തിലെ പലയിടങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും കൺവെൻഷൻ വേദിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോഴെന്ത് പറ്റി? ഇപ്പോഴാണ് ഞാൻ സ്വതന്ത്രനായത്. തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ അടിമത്വത്തിൻ്റെ ചട്ടക്കൂടായിരുന്നു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. എനിക്ക് മിസ്രൈമിൻ്റെ ഇറച്ചിച്ചട്ടികൾ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം എനിക്ക് ദൈവം തന്ന ദാനമാണ്, മനുഷ്യൻ്റെ ഔദാര്യമല്ല. അത് ഒന്നിനു വേണ്ടിയും വിൽക്കുവാൻ ഞാൻ തയ്യാറല്ല. ലോകത്തിലെ ഒരു നേട്ടത്തിന് വേണ്ടിയും ഞാൻ അത് കൈമാറ്റം ചെയ്യുവാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ, നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം. അങ്ങനെ ചരിത്രത്തിൽ പലപ്പോഴും മനുഷ്യരാശി വിവിധ തലങ്ങളിൽ സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും അടിമത്വത്തിൻ്റെ രാഷ്ട്രീയമായ അടിമത്വത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെയും ജനം ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്ന് അവർ അനുഭവിക്കുന്ന അരിഷ്ടതയ്ക്ക് പകരമായി അതിൽ നിന്ന് അല്പം ഒന്ന് സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആന്തരികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ദാഹിച്ചു. ആ ദാഹത്തിൽ കൂടെയാണ് മനുഷ്യൻ്റെ വികസിച്ചതും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം അവൻ തന്നെ തിരിച്ചറിയുന്നത്. ഇതിന് സംബന്ധമായി ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് ചില വാചകങ്ങൾ വായിക്കാൻ പോവുകയാണ്. ആ പുസ്തകം ഒരു പക്ഷേ എല്ലാവർക്കും പരിചിതമാകണമെന്നില്ല. അഡ്രസ്സസ് ടു ദ ജർമ്മൻ നേഷൻ എന്ന ഒരു പുസ്തകമുണ്ട്. അഡ്രസ്സസ് ടു ദ ജർമ്മൻ നേഷൻ. അത് ജോഹാൻ ഗോട്ട്ലീബ് ഫിഷ്ത്, ഞാൻ മുമ്പൊരിക്കൽ പരാമർശിച്ച ഒരു ചിന്തകനാണ്. ഫിഷ്ത്, അത് പ്രൊനൗൺസ് ഇച്ചിരി പ്രയാസമാണ്. FICHTE, പ്രൊനൗൺസ്ഡ് ആസ് ഫിഷ്ത്. ജോഹാൻ ഗോട്ട്ലീബ് ഫിഷ്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്, പൂർണ്ണമായ നാമം. അദ്ദേഹം ജർമ്മനി, അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്താണ് ചെയ്ത പ്രസംഗങ്ങളുടെ സമാഹാരമാണ്. ആ കാലത്ത് ജർമ്മനി വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയിരുന്നു. അന്ന് നെപ്പോളിയൻ കൊടികുത്തി വാഴുന്ന കാലം, ഫ്രഞ്ച് ഡോമിനേഷൻ. അപ്പോൾ ഫ്രാൻസിൻ്റെ മുമ്പിൽ ജർമ്മനി ഒന്നുമല്ല. ജർമ്മൻ ജനത വളരെ സ്വാഭിമാനമുള്ളവരാണെങ്കിലും ആ കാലത്ത് ആ രാജ്യം, ആ ജനത മുഴുവനും വലിയ അപകർഷതാബോധത്തിൽ കൂടെ കടന്നുപോയ, അല്ലെങ്കിൽ അപകർഷതാബോധത്തിൽ താണുകൊണ്ടേയിരുന്നൊരവസ്ഥയിൽ അവരെ ഒന്ന് ഉണർത്തുന്നതിനും അവർക്ക് ആത്മധൈര്യം പകരേണ്ടതിനും വേണ്ടി അവരിൽ തന്നെ വിശ്വസിക്കണമെന്നും ഈ ഒരവസ്ഥയിൽ നിന്ന് ബഹിർഗമിക്കുവാൻ അവർക്ക് അവകാശമുണ്ട് എന്നും അത് സാധ്യമാകണമെന്നും അതിനുവേണ്ടി അവർ തയ്യാറാകണമെന്നും അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് വളരെ വളരെ ജനത്തെ സ്വാധീനിക്കുവാൻ പര്യാപ്തമായ അനേക പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തതിൽ നിന്നുള്ള ഒരു സമാഹാരമാണ് അഡ്രസ്സസ് ടു ജർമ്മൻ നേഷൻ എന്ന് പറയുന്ന ഈ പുസ്തകം. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് വായിക്കാവുന്നതാണ്. അതിനകത്ത് ഏതാനും വാചകങ്ങൾ മാത്രം ഞാൻ വായിച്ച് അതുമായി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ലെറ്റ് us be on our guard against being taken unawares by this sweetness of servitude. സ്വീറ്റ്നെസ് ഓഫ് സെർവിറ്റ്യൂഡ്, അതായത് അടിമത്തത്തിലായി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് നല്ല മധുരമേറിയൊരവസ്ഥയാണല്ലോ, സ്വീറ്റ്നെസ് ഓഫ് സെർവിറ്റ്യൂഡ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ച് പോകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലെറ്റ് us be on our guard against being taken unawares by the sweetness of servitude. For, എന്തുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തുകൂടാ? എന്തുകൊണ്ട് നാം ഇതിനെതിരെ ജാഗരൂകരായിരിക്കണം? It robs even our posterity of the hope of future emancipation. വരുന്ന തലമുറകളെ പോലും അവർക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാം, സ്വാതന്ത്ര്യത്തിൽ വസിക്കാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പ്രത്യാശിക്കാൻ അവർക്കുള്ള അവകാശം പോലും അത് നശിപ്പിച്ച് കളയും. നാം ഇപ്പോൾ അടിമത്തത്തോട് പ്രേമം അനുഭവിച്ച് തുടങ്ങിയാൽ, if our external activity is restricted, ബാഹ്യമായ നമ്മുടെ സ്വാതന്ത്ര്യം,
നമുക്ക് നമ്മുടെ താല്പര്യമനുസരിച്ച്, നമ്മുടെ മൂല്യങ്ങളനുസരിച്ച്, നമ്മുടെ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന വിവേചന ബുദ്ധിയോടെ നല്ല കാര്യങ്ങൾ ചെയ്യാനായി പ്രവർത്തിക്കേണ്ട സ്വാതന്ത്ര്യം നശിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇഫ് അവർ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആൻഡ് ഫെറ്റഡ്, ലെറ്റ് us എലിവേറ്റ് ആ സ്പിരിറ്റ്. ബാഹ്യമായ സ്വാതന്ത്ര്യം നമുക്ക് നശിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായ സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ചെടുക്കാം. ലെറ്റ്സ് എലിവേറ്റ് ആ സ്പിരിറ്റ് ഓൾ ദ മോർ ബോൾഡ്ലി ടു ദ തോട്ട് ഓഫ് ഫ്രീഡം. ആന്തരികമായി, ആത്മീയമായി, ബൗദ്ധികമായി നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള നമ്മുടെ ചിന്ത ഏറ്റവും വലുതും മഹനീയമായി നമുക്ക് വളർത്തിയെടുക്കാം. ലെറ്റ് us റൈസ് ടു ലിവ് ഇൻ ദിസ് തോട്ട് ആൻഡ് മേക്ക് ഇറ്റ് ദ സോൾ ഒബ്ജക്റ്റ് ഓഫ് അവർ വിഷ് ആൻഡ് ലോങ്ങിങ്. നമ്മുടെ ആഗ്രഹങ്ങളും പ്രത്യാശകളുമെല്ലാം ഈ സ്വാതന്ത്ര്യത്തെ കേന്ദ്രീകരിച്ച് ആയിരിക്കട്ടെ. വാട്ട് ഈ ഫ്രീഡം ഡിസപ്പിയർ ഫോർ എ ടൈം ഫ്രം ദിസ് വിസിബിൾ വേൾഡ്. ഈ ലോകത്തിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം കുറേ നാളത്തേക്ക് തിരോധാനം ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയായാൽ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ പ്ലേസ് ഓഫ് റെഫ്യൂജ് ഇൻ അവർ ഇന്നർമോസ്റ്റ് തോട്ട്സ്. ബാഹ്യലോകത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നമുക്കതിനെ കാത്തു സൂക്ഷിക്കാം, അല്ലേ? ലെറ്റ്സ് ഗിവ് ഇറ്റ് എ പ്ലേസ് ഓഫ് റെഫ്യൂജ് ഇൻ അവർ ഇന്നർമോസ്റ്റ് തോട്ട്. സ്വാതന്ത്ര്യത്തിന് വന്ന് അഭയം പ്രാപിപ്പാൻ നമ്മുടെ ഉള്ളിൽ തുറന്നു കൊടുക്കാം. Until there shall grow up round about us the new world which has the power of manifesting our thoughts outwardly. അങ്ങനെ നാം കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഉള്ളിൽ നാം എന്ത് സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു അത് നിർവിഘ്നം ബാഹ്യലോകത്തിൽ പ്രകടിപ്പിക്കാൻ അനുകൂലമാകുന്നൊരു സാഹചര്യം തീർച്ചയായും സംജാതമാകും. മനസ്സിലാക്കുക. അങ്ങനെ പോകുന്നു. ഞാൻ കൂടുതൽ വായിച്ചാൽ അത് ഭാരമായി തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയുന്നത്, ഇദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, പക്ഷേ ഇദ്ദേഹം അവിശ്വാസിയാണെന്നൊക്കെ ഇദ്ദേഹത്തെ പറ്റി പരാതി വന്നു. വാസ്തവത്തിൽ ഞാൻ ഫിഷ്തിൻ്റെ അനേക പുസ്തകങ്ങൾ, 3-4 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിലൊന്നും അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിട്ടോ ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയായിട്ടോ ഒന്നും ഞാൻ തോന്നിയിട്ടില്ല. പക്ഷേ ആ കാലത്ത് ഇദ്ദേഹം എത്തീസ്റ്റാണ്, അവിശ്വാസിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് എന്നൊക്കെ ഒരു മുദ്ര അടിക്കപ്പെട്ടു. അദ്ദേഹം ഇഷ്ടംപോലെ കഷ്ടം സഹിച്ചു. ഏതാണ്ട് മധ്യവയസ്കനായ അവസരത്തിൽ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും യേശുവിൻ്റെ ദർശനത്തെ കവച്ചു വയ്ക്കുന്നതല്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി പുറപ്പാട് പുസ്തകത്തേക്കാൾ മഹനീയമായൊരു പുസ്തകം ലോക സാഹിത്യ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മഹനീയമായ ആവിഷ്കാരം യേശുവിലാണ്. അതുകൊണ്ട് മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള സ്വപ്നം അവസാനമായി ചെന്ന് അഭയം പ്രാപിക്കുന്നത് യേശുവിൻ്റെ പക്കലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. യേശുവിൽ നിന്ന് ഞാൻ പ്രാപിച്ച ഏറ്റവും വലിയ അനുഗ്രഹം സ്ഥാനമാനങ്ങളല്ല, സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അഭിരുചിയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തു വിലയും കൊടുക്കാൻ നീ തയ്യാറാകണമെന്ന് എന്നെ പഠിപ്പിച്ചത് യേശുവാണ്. നാം ക്രൂശിനെ ധ്യാനിക്കുന്നവരൊക്കെ ആണല്ലോ. എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച വരും, പോയി അവിടെ നിന്ന് തലേ മുണ്ടിട്ട് നമ്മൾ. പക്ഷേ അത് മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യേശു കൊടുത്ത വിലയായിരുന്നു എന്ന് നാം കണക്കാക്കുന്നില്ല. കണക്കാക്കിയിരുന്നുവെങ്കിൽ ഈ അടിമത്തത്തിൻ്റെ നുകം നാം എന്നേ വലിച്ച് എറിയുമായിരുന്നു. നമ്മുടെ മത സംവിധാനം, നമ്മൾ ഓരോരുത്തരും ചേർന്നിരിക്കുന്ന സഭാ സംവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. അതിൽ അടിമത്തമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. മതമേഖലയിൽ അടിമത്തമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൽ, ഏതെങ്കിലും ഒരു മത സംവിധാനത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം മാനിക്കപ്പെട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ നിഷ്കരുണമായി അധികാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് മതത്തിൻ്റെ മേഖലയിലാണ്. മതത്തിൽ കൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന അടിമത്വം ഇല്ലാതാക്കാൻ വലിയ വലിയ പ്രയാസമാണ്. രാഷ്ട്രീയമായ അടിമത്വം അവസാനിക്കും. പക്ഷേ മതം ഇങ്ങനെ സ്ഥാപിച്ചു വെച്ച് സംരക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന അടിമത്വം അത്
ഇല്ലാതാക്കാൻ വലിയ പ്രയാസമാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിന് ആര് നോക്കിയാലും മാറ്റാനൊക്കത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ വേര് മതത്തിലാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിമകളായിരിക്കുന്ന ആളുകൾ പോലും അതിൽ അവരനുഭവിക്കുന്ന ദുരിതവും പ്രയാസവും വിവിധമായ അനീതികളും വിവേചനങ്ങളും ഏറ്റവും എളിമയോടെ സഹിച്ച് നിന്നാൽ അടുത്ത ജന്മത്തിൽ അവർക്കൊരു പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടിമകളാണ് കാസ്റ്റ് സിസ്റ്റത്തെ ഏറ്റവും ഭക്തിയോടുകൂടെ നിലനിർത്തുന്നത് എന്നത് ഒരു വലിയ വിരോധാഭാസമാണ്. ആ വിരോധാഭാസം തിരിച്ചറിയുമ്പോൾ അത് മതത്തിൻ്റെ സഹായത്തോടു കൂടെയാണ് ഇത് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും യേശു ഒരു മതം സ്ഥാപിക്കാനല്ല, മനുഷ്യനെ വിടുവിക്കാൻ വന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു മതത്തെ സ്ഥാപിക്കുവാൻ സാധ്യമല്ല. മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും അതേസമയം മതത്തെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് തികച്ചും പരസ്പര വിരുദ്ധമായ, ഒരു വിധത്തിലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് കിഴക്കോട്ടും മറ്റേത് പടിഞ്ഞാറോട്ടും പോകുന്ന ഘടകങ്ങളാണ്. പക്ഷേ ആ യേശുവിൻ്റെ പേരിലും ഒരു മതം സൃഷ്ടിച്ചു. ആ മതത്തിൻ്റെ പേരിൽ ഒരു വിവിധമായ കോലാഹലങ്ങൾ നടത്തുന്നു. വലിയ വലിയ അധികാര ശ്രേണികൾ നമ്മെ അടക്കി ഭരിക്കുന്നു. അവരുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നാം നിൽക്കുന്നു. യേശുവിനെ അറിയാനുള്ള സ്വാതന്ത്ര്യമോ സത്യം അന്വേഷിച്ച് നീതി പാലിപ്പാനുള്ള ഇതൊന്നും നമുക്കില്ല. ആരെങ്കിലും പറയുന്നു, അവർ പറയുന്ന പോലെ നിൽക്കണം, തുള്ളണം എന്നല്ലാതെ നമ്മുടെ തന്നെ മനസാക്ഷിയോട് നീതി പാലിപ്പാൻ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് പോലെ, ഫിഷ്ത് പറയുന്നത് പോലെ, മനുഷ്യൻ അടിമത്വത്തിൻ്റെ രുചി ആസ്വദിച്ചു തുടങ്ങിയാലോ, if man falls in love with the sweetness of servitude, if man falls in love with the sweetness of servitude, അവൻ്റെ അടിമത്വത്തോട് രുചി തോന്നിയാലോ, അതിനോട് പ്രേമം തോന്നിയാലോ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് മനുഷ്യനെ വിടുവിക്കാൻ വന്ന യേശുവിനെ മനുഷ്യർ തന്നെ പിടിച്ച് ക്രൂശിൽ തറച്ചത്. അതാണ് ക്രൂശിൻ്റെ മർമ്മം. ഈ വർഷമെങ്കിലും ക്രൂശിലെ ധ്യാനിക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഈ ചിന്ത കൂടെ ഉൾപ്പെടുത്തണമേ എന്ന് ഏവരോടും അപേക്ഷിച്ചുകൊണ്ട്, പുരോഹിതന്മാരായി ചെയ്തിരിക്കുന്ന നിങ്ങളെങ്കിലും ചെയ്യണമേ എന്ന് ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ക്രിസ്തുനാമത്തിൽ നന്ദി.